ഗുഡ് ഈവനിങ്. അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് വന്നിട്ടുണ്ട്. ക്രിസ്മസിൽ ആ യേശുക്രിസ്തു അന്ന് ജനിച്ച ആ രാവിൽ അവിടെ ആട്ടിടയന്മാരോട് ദൂതന്മാർ പറഞ്ഞ വാക്ക് ആർക്കും എത്ര സമാധാനമുള്ള പ്രത്യാശയുള്ള വാക്ക് വെച്ചിട്ടാണ് ക്രിസ്മസ് തുടങ്ങുന്നത്, അല്ലേ? ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാരെ ബിൽഡ് ചെയ്യാനും ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാനും തകർത്ത് കളയാനും ഒക്കെയുള്ള സ്വാധീനം. ഈ കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ കഴിഞ്ഞ കുറേ നാൾ ഡിപ്രഷൻ ഫേസ് ചെയ്യാണ്. അപ്പം അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നീ ഒരു പാഴാണ് എന്ന് തമാശ രൂപേണ എന്ന രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ എൻകറേജ് ചെയ്യുന്ന വാക്കായിരുന്ന കുഴപ്പമില്ല. പക്ഷേ സെൽഫ് എസ്റ്റീം വളരെ കുറവുള്ള, അല്ലെങ്കിൽ ഞാനൊരു പാഴാണ്, അല്ലെങ്കിൽ ഞാനൊരു അൺവർത്തിയാണെന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മുന്നിൽ വന്നിട്ട് ഏറ്റവും അടുത്തൊരു ബന്ധു എന്ന് പറയുകയാണ് നീ ഒരു പാഴാണെന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, എനിക്കറിയാം ഒരാഴ്ചയായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഒരാഴ്ചയായിട്ട് തകർന്നിരിക്കുകയാണ്, തരിപ്പണമായിരിക്കുകയാണ്. അപ്പം ആ ഒരു സീരിയസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മറ്റൊരു സംസാരം ഉണ്ടാകുന്നു, അതും പെയിൻഫുൾ ആക്കുന്നു. അപ്പം ഈ രണ്ട് വാക്കുകൾ, അവരുടെ ഏറ്റവും അടുത്ത ബന്ധു ആ വ്യക്തിയോട് പറഞ്ഞ രണ്ട് വാക്കുകൾ ഈ കഴിഞ്ഞ ഒരു 7-8 ദിവസമായിട്ട് അവരെ പെയിൻഫുൾ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ തകർക്കാൻ കഴിയും, നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ പ്രചോദിപ്പിക്കാൻ കഴിയും, നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ മുന്നോട്ട് നയിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇതൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് അവരോട് വേറൊരാളോട് മര്യാദയ്ക്ക് ബഹുമാനത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിനിമം അവരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന വാക്കുകൾ പറയാതെ, അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാതെ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് ജാതിയിലോ ഏത് നിറത്തിലോ ഏത് മതത്തിലോ ഏത് ജോലിയിലോ അല്ലെങ്കിൽ ഏത് അവസ്ഥയിലുള്ള ആളായിക്കോട്ടെ, നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. നമുക്ക് ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാം, വിമർശിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അതിനൊരു പോസിറ്റീവ് ഗ്രൗണ്ട് ഉണ്ട്. ആൾക്കാരെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വ്യക്തി അവൻ എന്ത് ആണെങ്കിലും അപ്പം നമുക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ സമാധാനമുള്ള വാക്ക്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന, ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന, ബിൽഡ് ചെയ്യുന്ന നല്ല വാക്കുകൾ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വയ്ക്കാൻ പറ്റും. ഇത് നമ്മുടെ വാക്കുകളിൽ പവറിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിന് പ്രത്യേകിച്ച് വാക്കുകൾക്കകത്ത് ദൈവശക്തിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ വാക്കുകൾ മനുഷ്യനെ ആത്മവിശ്വാസം ഉണ്ടാക്കാനും മനുഷ്യനെ തകർത്ത് കളയാനും പറ്റുന്ന വാക്കുകളാണ്. അപ്പം ഈ ക്രിസ്മസ് സീസൺ ഞാൻ പറയുന്നത്, മനുഷ്യരോട് സമാധാനത്തോടെ സംസാരിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവട്ടെ, അവർക്ക് പുതിയ തിരുപ്പിറവികൾ അവരുടെ ഉള്ളങ്ങളിലുണ്ടാവട്ടെ, പുതിയ പ്രതീക്ഷകളുണ്ടാവട്ടെ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് അവരേത് അവസ്ഥയിലായിരുന്നാലും നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും. നമുക്ക് എൻകറേജ് ചെയ്യാം. ഇനി നമുക്ക് അവരോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടമല്ല, വിട്ടുകളയുക, അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ, അവരെ ഉപദ്രവിക്കാതിരിക്കുക. മിനിമം അവരുടെ ജീവിതത്തിൽ നമ്മളൊരു തടസ്സമാവാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കറിയാവുന്ന വ്യക്തി, 2 വ്യക്തികളെ സംബന്ധിച്ച്, അത് പെയിൻ ഉണ്ടായ വ്യക്തിയെ സംബന്ധിച്ച് ഇനി അത് കയറി വരണമെങ്കിൽ ദിവസങ്ങളെടുക്കും. കാരണം ഇത്രയും ദിവസം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ട്രാവൽസും ഒക്കെ കഴിച്ചിട്ട് കയറി വന്ന ഒരാളാണ്. അപ്പം ഇനി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പുതിയ വഴികൾ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ പറഞ്ഞ ആളെ സംബന്ധിച്ച് എനിക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ വീട്ടിൽ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അടുത്തൊരാളെ ബഹുമാനിക്കാൻ, സംസാരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരിക്കാം. പക്ഷേ എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുന്ന ആളെ മാത്രം ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. പക്ഷേ മറ്റേ ആളെ സംബന്ധിച്ച് അവരുടെ റൈറ്റാണ്. അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കപ്പെടാൻ പാടില്ല, മറ്റൊരാളാൽ വേദനിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ള അവരുടെ റൈറ്റാണ്. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതും ഒരു മനുഷ്യനെ ഉറപ്പായിട്ട് അവർക്ക് റെസ്പെക്റ്റ് കിട്ടാൻ അവരുടെ റൈറ്റാണ്. പക്ഷേ മിനിമം അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കേണ്ടതെങ്കിലും അവരുടെ ഒരു റൈറ്റാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കും ഇങ്ങനെ തന്നെ പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്കും പ്രസാദമുള്ള വാക്കുകൾ, സന്തോഷമുള്ള വാക്കുകൾ നമുക്ക് ആൾക്കാരോട് പറയാം. അത് ആൾക്കാരെ ബിൽഡ് ചെയ്യുന്നതായിരിക്കട്ടെ, ആൾക്കാരെ തകർത്ത് കളയുന്നതാവാതിരിക്കട്ടെ. നന്ദി. ഹാപ്പി ക്രിസ്മസ്.